ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെൽക്കം ബാക്ക് എനിക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 1.5 വർഷമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്നുള്ളത്. അപ്പം കുറച്ച് ഫാമിലി പ്രോബ്ലംസുകൾ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും കോമൺ ആർക്കൈവ്. കോമൺ ആർക്കൈവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബ്രാൻഡാണ്. അതിപ്പോൾ ഒരു വിൻറ്റേജ് ക്യൂറേറ്റഡ് ഐറ്റംസുകൾ സെയിൽ ചെയ്യുന്നൊരു ഫിസിക്കൽ ഷോപ്പായിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ എനിക്കൊരു ബ്രേക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. കാരണം ചിലപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, ഹൗ ആർ യു ബ്രോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാരണമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയത്. അപ്പോൾ ഇനി എന്തായാലും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫാഷൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ടെന്ന് പറയണ്ട, ഒരു 3-4 വർഷം മുമ്പൊക്കെ തന്നെ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ, ഞാനൊക്കെ എൻ്റെ പള്ളിയിൽ പോകുന്ന സമയത്ത് സ്നീക്കേഴ്സ് ഇടുന്നവർ വളരെ ചുരുക്കം പേരായിരുന്നു. അപ്പം ഞാനൊക്കെ സ്നീക്കർ ഇടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇടാനായിട്ട് തോന്നാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പൊതുവെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സിംപ്ലിസിറ്റി ഛർദ്ദിക്കുക, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ മുണ്ടെടുക്കുള്ളൂ, ഞാൻ ചെരുപ്പിടുള്ളൂ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ പെട്ടെന്ന് ഒരാളെ ഷൂ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക്, ഓ അവൻ വലിയ ആൾ, അവൻ ഷൂ ഇട്ടേക്കണ്, നോക്കിയടാ നോക്കിയടാ, അങ്ങനത്തെ ഒരു ടോക്ക് വരും. ആ ടോക്ക് ഒഴിവാക്കാനാണ് പലരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരനായിട്ട് പോകുന്നത്. പക്ഷെ അതിപ്പം മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 പേര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തോന്നും, അത് സ്റ്റാൻഡേർഡായി, അത് കുഴപ്പമില്ല, അതധികം കുഴപ്പമില്ല, നമുക്ക് ഇടാം. ഇങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് ഇപ്പം ആയിട്ടുണ്ട്. ഇതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്. അതായത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു മാറ്റം. അതുപോലെ തന്നെയാണ് ഓവർ സൈസ്ഡ് ക്ലോത്ത്സുകളും ആളുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ കാരണം എന്ന് പറയുന്നത്, സ്ട്രീറ്റ് കൾച്ചർ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഫാഷൻ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ ഫാഷനിൽ വർക്ക് ചെയ്യുന്നവരോ, ഇവർക്കൊക്കെ ഫ്യൂച്ചറിൽ എന്താ പറയുക, നല്ലൊരു സ്പേസ് ഉണ്ടാവും. ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതായത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. നമുക്കത് വേറൊരു ടോപ്പിക്കായിട്ടാണ് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ വളച്ചൊടിച്ച് വേറൊരു ഡയറക്ഷനിൽ കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ കൂടുതലായിട്ടും ഒബ്സർവ് ചെയ്തൊരു കാര്യം. അതെനിക്ക് വലിയ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ നമുക്ക് വിൻറ്റേജ് അല്ലെങ്കിൽ ത്രിഫ്റ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് വരാം. യെസ്, അതാണ് നമ്മുടെ ഗ്രൗണ്ടല്ലോ. അവിടെ ഇനിയിപ്പോൾ ആർക്കും, എനിക്ക് തോന്നുന്നു, കേരളത്തിലോ ഇന്ത്യയിലൊന്നും ത്രിഫ്റ്റിങ് എന്താണെന്നോ അല്ലെങ്കിൽ വിൻറ്റേജ് എന്താണെന്നൊന്നും അറിയാത്തവരുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇത് എന്തിനാണ് വാങ്ങുന്നതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ബട്ട് എനിവേ, ഇതിപ്പോൾ വളരെയധികം പോപ്പുലറായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 കാര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ പോപ്പുലറായിട്ട് നിൽക്കുന്നത്. ഒന്ന് Y2K ഫാഷൻ ട്രെൻഡും, അതുപോലെ തന്നെ ത്രിഫ്റ്റിങ്ങും വിൻറ്റേജും പരിപാടികളൊക്കെ. അപ്പോൾ ഇത് സെലിബ്രിറ്റി ലെവലിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഭൂരിപക്ഷം ആളുകളും ഇത് അറിഞ്ഞു തുടങ്ങും. ആളുകളത് വാങ്ങാൻ തുടങ്ങും. അതിനൊരു ഹൈപ്പ് വളരെയധികം കൂടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ആയിക്കഴിഞ്ഞു. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ തുടക്കത്തിൽ തുടങ്ങിയ വിൻറ്റേജിനെ കുറിച്ചും ത്രിഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണാൻ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കും, ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ മാറും എന്നുള്ളത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും പറഞ്ഞാൽ മൈൻഡ് സെറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് വൽക്കരിച്ച ആളുകളാണ് കൂടുതലും. അതായത് ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡായിട്ട് തോന്നിയാൽ മാത്രമാണ് അവരത് ഉപയോഗിക്കുകയുള്ളൂ. സ്റ്റാൻഡേർഡായിട്ട് തോന്നണമെങ്കിൽ അതൊരു 100 പേര് ഉപയോഗിച്ചാൽ മാത്രമാണ് അത് അവർക്ക് സ്റ്റാൻഡേർഡായിട്ട് തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫെയ്ഡായ ടീഷർട്ട്സുകളും. ഒരുപാട് പേര് നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്, ഇത് പഴം തുണിയാണ്, അത് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫെയ്ഡിങ്ങൊക്കെ വാങ്ങുന്ന ആളുകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇത്ര നാളുകൊണ്ടുണ്ടായ ഒരു മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്.
ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. കാരണം എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് മറ്റുള്ളവർക്കും വായിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അടുത്തടുത്ത് തന്നെ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കൂടെ നിൽക്കുക, പഴയ പോലെ തന്നെ. അപ്പം ഒഫീഷ്യലി ഐ എം ബാക്ക്. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാൻ അറിയാത്തവരുണ്ടാവാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ. പീസ് ഔട്ട്.